ഹൈഡ്രോളിക് ടൈപ്പ് ബ്രേക്കാണ് വരുന്നത് കണ്ടോ, ഹൈഡ്രോളിക്കാണ്. അതുപോലെ ക്ലച്ചും വരുന്നത്, ഇതിലും ക്ലച്ച് വരുന്നതും ഹൈഡ്രോളിക്കാണ് കണ്ടോ. ഇപ്പോഴത്തെ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ 2 ലൈൻ വരും ബ്രേക്കിന്, ഇതുപോലെ 2 ലൈൻ വരുന്നു, ഒരു ലൈന് ക്ലച്ചിലേക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ 2 ലൈൻ വരുന്നത് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ടിലേക്കും മറ്റേത് ബാക്കിലേക്കും വരുന്ന ലൈനാണ്. ക്ലച്ചിന് സെപ്പറേറ്റ് വേറെ തന്നെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്. അതുപോലെ അതിൻ്റെ റിസർവ് ടാങ്കും ഉണ്ട്, ഓയിൽ ഒഴിക്കാനുള്ള റിസർവ് ടാങ്കും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. എഞ്ചിൻ ഇതാ അങ്ങനെ നീളത്തിലാണ്, ഇന്നോവയുടെ ഒക്കെ എഞ്ചിൻ പോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നീളത്തിൽ എഞ്ചിന് വണ്ടിക്ക് പാരലായിട്ട് വെച്ചിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ബാക്കി പവർ സ്റ്റിയറിംഗ് വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ഹൈഡ്രോളിക് അതിൻ്റെ റിസർവ് ടാങ്കാണെങ്കിൽ ഡ്രൈവ് ബെൽറ്റുകൾ വരുന്നത് 4 ബെൽറ്റ് വരുന്നുണ്ട്. ഒന്ന് AC-യുടെ ബെൽറ്റ് ഇതാ കംപ്രസറിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ആൾട്ടർനേറ്ററിന് 2 ബെൽറ്റ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ബെൽറ്റ് വരും ടോട്ടൽ. അതുപോലെ താഴെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു താഴെ ഒരു ബെൽറ്റും കൂടി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ വാട്ടർ പമ്പായിട്ട്